അപ്പം ഞങ്ങളിനി എന്നാ ചെയ്താൽ ഇവൻ്റെ എല്ലാ കാര്യവും ശരിയാക്കാൻ പറ്റും? നാട്ടിൽ വന്നാൽ ഇവിടെ എവിടെയെങ്കിലും സ്കൂളിൽ വിടാൻ പറ്റുമോ, അല്ലെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ മൂവ് ചെയ്ത് വേറെ എങ്ങോട്ടേലും പോകണോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. സാക്ഷ്യം പറയാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൻ 32ാമത്തെ ആഴ്ചയിൽ പ്രീ ടൈം ആയിട്ടാണ് ഉണ്ടായത്. അവനുണ്ടായി ഒരു മാസം മിച്ചം അവൻ NICUവിലായിരുന്നു. അത് കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഹിയറിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്നു. ആദ്യത്തെ അപ്പോയിൻമെൻറ്റിന് 2 ചെവിയും ടെസ്റ്റ് ചെയ്തപ്പോൾ 2 ചെവിയും പാസ്സായില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ, കൊച്ചു പ്രീ ടൈം ആയതുകൊണ്ടായിരിക്കും പാസ്സാവാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങളൊരു 3 ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഹിയറിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റിന് പോയി. അന്നേരവും പാസ്സായില്ല. അപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിൻ്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്, അപ്പം അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസം വീണ്ടും വെയിറ്റ് ചെയ്തു. ഓഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഓഡിയോളജിസ്റ്റ് പറഞ്ഞു, ഇവൻ്റെ ചെവിക്ക് ഫ്ലൂയിഡ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷേ കറക്റ്റായിട്ട് വ്യക്തമാകുന്നില്ല. അപ്പം 1 മാസം കഴിഞ്ഞ് വീണ്ടും ഓഡിയോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഓഡിയോളജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഫ്ലൂയിഡാണ് 2 ചെവിയിലും, അപ്പോൾ 2 ചെവി അതുകൊണ്ടാണ് അവന് കേൾക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പം ഈ ഫ്ലൂയിഡ് ഇരിക്കും തോറും ഭയങ്കരമായിട്ട് തിക്കാവും, അതുകൊണ്ട് ഇങ്ങനെ പശ പോലെയാവും. അപ്പം അത് മാറ്റണമെങ്കിൽ സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സർജൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു 2 മാസത്തോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവന് പീഡിയാട്രീഷ്യനെ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫാമിലി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിന് പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഫാമിലി ഡോക്ടറുടെ ഓഫീസിൽ നിന്ന് കോൾ വരുവാണ്, കൊച്ചിൻ്റെ തലയ്ക്ക് വലിപ്പം കൂടുതലാണ്, അത് നോർമലായിട്ട് തോന്നുന്നില്ല, അപ്പോൾ നിങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ചെവി കേൾക്കാൻ മേലാതിരിക്കുന്ന വിഷമത്തിലിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അങ്ങനെ അവർ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നാട്ടിൽ വരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ മമ്മിയും പപ്പയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കുവാണ്, ഇവന് ചെവി കേൾക്കാൻ മേലെങ്കിൽ ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പം ഞങ്ങളിനി എന്നാ ചെയ്താൽ ഇവൻ്റെ എല്ലാ കാര്യവും ശരിയാക്കാൻ പറ്റും? നാട്ടിൽ വന്നാൽ ഇവിടെ എവിടെയെങ്കിലും സ്കൂളിൽ വിടാൻ പറ്റുമോ, അല്ലെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ മൂവ് ചെയ്ത് വേറെ എങ്ങോട്ടേലും പോകണോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. അപ്പം മമ്മി പറഞ്ഞു, നിങ്ങളിങ്ങനെ അവൻ്റെ സർജറി എന്ത് ചെയ്യും, അവനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുക, നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു മമ്മി. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. എല്ലാ ദിവസവും 3 മണിയാകുമ്പോഴത്തേക്കും കരുണക്കൊന്ത എല്ലാം തുടങ്ങി. അങ്ങനെ അവസാനം ഈ ചെവിയുടേന് വേണ്ടി സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോൾ സർജൻ പറഞ്ഞു, ചെവിക്ക് ഗ്രോമറ്റ് ഇടണം, സർജറി ചെയ്യണം. അപ്പോൾ അണ്ടർ അനസ്തേഷ്യയിലുള്ള സർജറിയാണ്, 1 ഡേ പ്രൊസീജിയറാണ്. പക്ഷേ ചെവിയിൽ ഗ്രോമറ്റ് ഇടാതെ ഫ്ലൂയിഡ് പുറത്തേക്ക് കളയാൻ പറ്റത്തില്ല, അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് കളയാനായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാൻ ആദ്യം നാട്ടിൽ വന്ന് ഇവനെയും കൊണ്ട് രാജഗിരി പോയി. അവിടെ ചെന്ന് അവൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചു അത് തന്നെയാണ് പറഞ്ഞത്, 2 ചെവിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു മരുന്നൊക്കെ ഞാൻ തരാം, ഒരു 3 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഒന്നും കൂടെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലാസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഒന്നുകൂടെ മരുന്നൊക്കെ ഒഴിച്ച് നോക്കാം, ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് മരുന്നായിട്ടൊന്നും ചെയ്യാൻ നമുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ജാനുവരി 4-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 5-ാം തീയതി ഇവന് സർജറി ബുക്ക് ചെയ്തിരിക്കുക. 4-ാം തീയതി ചെന്നപ്പോഴത്തേക്കും ചെവി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും റൈറ്റ് ഇയർ നോർമലായി. ഡോക്ടർ പറഞ്ഞു, റൈറ്റ് ഇയറിന് ഒരു കുഴപ്പമില്ല, അവൻ്റെ ചെവിക്കും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഓൾറെഡി ഇവന് ബെറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ ചെവിയുടെ കേൾവിശക്തി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്തും അത് നോർമലല്ലായിരുന്നു. റൈറ്റ് ഇയർ പിന്നെ നോർമലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, റൈറ്റ് നോർമലായല്ലോ, ഇനി ലെഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസംബർ 12-ാം തീയതി തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്താണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ നിന്നു. 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് വീണ്ടും ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവനെ സർജറിക്ക് കയറ്റാം, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇനി സർജറി ചെയ്യണോ, വീണ്ടും ഞങ്ങളൊരു 3-4 മാസം വെയിറ്റ് ചെയ്യണം, ഒന്നിനും ഒരു തീരുമാനവും ഇല്ല. അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇങ്ങനെ സർജറിക്ക് കയറ്റി. ലെഫ്റ്റ് ഇയർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് ഇയറിൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു, ഗ്രോമറ്റൊന്നും ഇടേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ അവൻ്റെ ചെവി ഓക്കെ ആയി, അവന് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർ OT വെച്ച് തന്നെ ബെറ എന്ന് പറഞ്ഞ ടെസ്റ്റൊക്കെ ചെയ്തു, എല്ലാം അവന് ഓക്കെ ആയി. അങ്ങനെ ഓക്കെ ആക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഇവൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇവൻ്റെ ഹാർട്ടിന് ഒരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ഹാർട്ടിനൊരു ഹോളുണ്ട്, ബ്രീത്തിങ് ഒക്കെ നോർമലാണോ അതോ ഈ സർജറിക്ക് കയറ്റുമ്പോഴത്തേക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എക്കോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ടിനുണ്ടായിരുന്ന തുള അന്നേരം കാണാനില്ല. ഡോക്ടർ പറഞ്ഞു അത് ക്ലോസ് ആയിട്ടുണ്ട്, അവന് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തലയുടെ വലിപ്പത്തിൻ്റെ പ്രശ്നം എന്നാണെന്ന് അറിയാൻ വേണ്ടി അൾട്രാസൗണ്ട് ചെയ്തപ്പം തലയ്ക്കകത്ത് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റ് ഡോക്ടർ പറഞ്ഞു അത് കൺഫേം ചെയ്യണമെങ്കിൽ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒരു MRI കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവൻ MRI ചെയ്യുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ അവനെ കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അകത്ത് കുളിപ്പിക്കുമ്പോൾ ഉപ്പിടും, അതുപോലെ തന്നെ തൈലം പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് MRI ചെയ്യാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടി. MRI ചെയ്തപ്പം അവൻ്റെ സിസ്റ്റ് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല, MRIയിൽ ഇത് നോർമലായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം, എൻ്റെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ ഹാർട്ടിന് പെയിൻ ഉണ്ട് അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറയാം എൻ്റെ നെഞ്ചിന് ഭയങ്കര വേദനയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുവാന്ന് പറയും. അങ്ങനെ അതൊരു അടുത്ത വിഷമമായി, ഇങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഓർക്കും അതേമേ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു, എന്നിട്ടും എനിക്ക് പിന്നെ ഇങ്ങനെ പരീക്ഷണങ്ങളാണല്ലോ തരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്നോട് മമ്മി പറഞ്ഞു അച്ഛൻ്റെ ധ്യാനത്തിൽ നീ കേട്ടിട്ടില്ലേ, നമ്മൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പരീക്ഷണങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്കും വേണ്ടി ഞങ്ങൾ എക്കോ ചെയ്തപ്പോൾ ഇവർക്ക് മിട്രൽ വാർബ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സാധാരണ ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ കാണിക്കുന്നതാണ്, അതിനകത്ത് നോർമലാണ്, അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത്, എൻ്റെ മോന് ഇങ്ങനെ പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പം ഒരാൾക്കാർക്ക് വീട് വയ്ക്കാനായിട്ട് ഒരു ചെറിയ സഹായം, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒത്തിരി വലിയ പൈസയൊന്നുമല്ല, ഒരു ചെറിയ സഹായം ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ഒരു ഫാമിലിയിലൊരു കൊച്ചിന് വൃക്ക മാറ്റി വയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയയായിരുന്നു 15-ാം തീയതി. ആ കൊച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് കുറച്ച് പൈസ കൊടുത്തു. അതുപോലെ ഞങ്ങൾ അടുത്തുള്ള വൃദ്ധസദനത്തിൽ അവർക്ക് സഹായത്തിനായിട്ട് കുറച്ച് രൂപ കൊടുത്ത് സഹായിച്ചു. പ്രാർത്ഥനയിൽ വന്ന മാറ്റം, ആദ്യം ഇവന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥനയെ കഴിഞ്ഞ് കൂടുതൽ ഇവനെ എങ്ങനെ നോർമലാക്കാനായിട്ട് എന്തൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് തേടാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാനും ഹസ്ബൻഡും എല്ലാവരും ചിന്തിച്ചത്. അപ്പം മമ്മി പറഞ്ഞു നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടക്കാതെ ചെല്ലാൻ തുടങ്ങി, ജപമാല ചൊല്ലാൻ തുടങ്ങി, അത് പിള്ളേരെ ജപമാലയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അവർക്കും രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സ്വർഗ്ഗസ്നാപിതാവേ നന്മ നിറഞ്ഞു പറയുമൊക്കെ ചൊല്ലി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളരാനായിട്ട്